ഹായ് ഇന്ത്യ ഗ്ലിറ്റ്സ് വ്യൂസ്, ഞാൻ ആബിദ് അൻവർ. ഞാനിപ്പോൾ എൻ്റെ ആദ്യത്തെ തമിഴ് ചിത്രം കേരള നാട്ടിലും പെൺകൾ ഉടനെ ഡയറക്ടഡ് ബൈ എസ് കുമരൻ സർ ആണ് എൻ്റെ ഫസ്റ്റ് തമിഴ് മൂവി. അതിപ്പോൾ റിലീസിന് വരികയാണ്. മാർച്ച് പകുതിയോളം അതിൻ്റെ റിലീസ് ഉണ്ടാവും കേരളത്തിലും തമിഴ്നാട്ടിലും. എൻ്റെ ആദ്യത്തെ ചിത്രം രാജസേൻ സാർ സംവിധാനം ചെയ്ത ഇന്നാണ് കല്യാണമായിരുന്നു എൻ്റെ ഫസ്റ്റ് മലയാള ചിത്രം. രാജസേൻ സാർ എൻ്റെ ഷോയിൽ ഞാൻ പാട്ട് പാടി കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ റിയാലിറ്റി ഷോയിൽ വൺ ഓഫ് ദ മെന്റർ ആയിരുന്നു രാജസേൻ സാർ. അപ്പോൾ രാജസേൻ സാർ ഭയങ്കര ഒരു ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ഓഫറായിരുന്നു എനിക്ക് ഇന്നാണ് കല്യാണത്തിൽ. സാർ എൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ടാണ് സാർ എൻ്റെ ഒരു ഓഫർ എനിക്ക് തന്നത്. ഇപ്പോൾ ഇന്നാണ് കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ രണ്ടാമത്തെ ചിത്രമാണ് ഫ്ലാറ്റ് നമ്പർ 4B. അത് ഇപ്പോൾ റിലീസായിരിക്കുകയാണ്. എല്ലാ കേന്ദ്രങ്ങളിലും നന്നായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ജാനുവരി 31 ആയിരുന്നു റിലീസ്. അതിൽ ലീഡ് റോളാണ് ഞാൻ ചെയ്തേക്കുന്നത്. അതിലെന്റെ ക്യാരക്ടർ പേര് മനു എന്നാണ്. മനു എന്നൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ്. എന്നാണ് കല്യാണം നിന്നും വളരെ ഡിഫറെന്റ് ആയ ഒരു കുറച്ചുകൂടി മെച്ചുവേർഡ് ആയ ക്യാരക്ടറാണ് മനു. തമിഴ് സിനിമ ടോട്ടലി ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. തമിഴില് എസ് കുമരൻ സാർ, ഇത്രയും വെറ്ററൻ എസ് കുമരൻ സാറായിരുന്നു ഇതിന്റെ ഡയറക്ഷൻ. ഇതിന്റെ ക്യാമറ യുവരാജ്, തെലുങ്ക് ഫിലിമിലൊക്കെ ഒരുപാട് കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയാണ് യുവരാജ്. സോ നല്ലൊരു ടീമായിരുന്നു കേരള നാട്ടിലും പെൺകളുടെ ഒരു ടീം. നല്ലൊരു ടീമായിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ച് ഒരു ന്യൂകമർ സംബന്ധിച്ച് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു തമിഴില്. കാരണം തമിഴ് എന്ന് പറഞ്ഞാല് ഞാൻ വിചാരിച്ചു എങ്ങനെയായിരിക്കും, പക്ഷെ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നി. തമിഴ് ഡയലോഗ് റെൻഡറിങ് ആയാലും എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ നല്ലൊരു ഡിഫറൻസ് തോന്നി എനിക്ക്. ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു തമിഴില് ടോട്ടൽ എക്സ്പീരിയൻസസ്. കുഴപ്പമില്ല, നല്ല രീതിയിൽ വന്നു. നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു. അതിലൊരു അമ്മൻ എന്ന് പറഞ്ഞ ഒരു മുസ്ലിം ക്യാരക്ടർ ആയിരുന്നു അതില്. അപ്പോ അതൊരു ഭയങ്കര ഡിഫറെന്റ് ആയ ഒരു റോളായിരുന്നു എന്റെ കേരള നാട്ടിലും പെൺകളുടെ. അതിപ്പോ മാർച്ച് പകുതിയാകുമ്പോൾ തന്നെ അതിന്റെ റിലീസ് ഉണ്ടാവും തമിഴ്നാട്ടിലും കേരളത്തിലും. അതിൽ ഒരുപാട് മലയാളം ഇൻഡസ്ട്രി ചേഞ്ചിങ് സമയമാണ് ഇപ്പൊ. കാരണം ഒരുപാട് യങ് ഡയറക്ടേഴ്സ് വരുന്നുണ്ട്, ഒരുപാട് ആക്ടേഴ്സ് വരുന്നുണ്ട്, ടെക്നീഷ്യൻസ് വരുന്നുണ്ട്. ഇതൊക്കെ ഒരു നല്ല സൈനാണ് മലയാള ഫിലിംസ്. കാരണം ഇപ്പൊ ഒരുപാട് യങ് സ്റ്റാർസ് വരുന്നുണ്ട്. എല്ലാവരും അവരവരെ കഴിവ് തെളിയിക്കുന്നുണ്ട്. എല്ലാവർക്കും അവരവരായ ഒരു സ്പേസ് ഉണ്ട്. ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് പറഞ്ഞാൽ ഏതൊരു ആർട്ടിസ്റ്റ് വരുമ്പോഴും അവർക്ക് അവരുടേതായ സ്പേസ് ഉണ്ട്, അവർക്ക് അവരുടേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ഞാനിപ്പോ ഒരുപാട് സിനിമകളൊന്നും അഭിനയിച്ചിട്ടില്ല. എന്നാലും ഞാനിപ്പോ ആദ്യം അഭിനയിച്ച എന്റെ ഇന്നാണ് കല്യാണം ഫിലിമില് എന്റെ ഫസ്റ്റ് സീൻ എന്ന് പറഞ്ഞാല് ജഗദീഷ് സാറായിട്ടായിരുന്നു. ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിനൊപ്പം അഭിനയിക്കുക എന്നൊരു വലിയൊരു പക്ഷെ എനിക്ക് ഭയങ്കര സപ്പോർട്ടിങ് ആണ്. ഇപ്പൊ ജഗദീഷ് സാറായാലും സുരാജേട്ടനായാലും ഒരുപാട് പേര് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അതേപോലെ ഇപ്പോ ഈ ഫിലിം ഫ്ലാറ്റ് നമ്പർ 4Bയിൽ ഞാൻ അഭിനയിച്ചപ്പോൾ ശ്രീത് രവി, സുനിൽ സുഗത, കലാശാല ബാബു, സീമാജി നായർ, അത് ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റോടെ വർക്ക് ചെയ്യാൻ പറ്റിയ വലിയൊരു ഭാഗ്യം. കാരണം ആസ് എ ന്യൂ കമ്മറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഒരു ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. സോ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയത്. ഒരു ഫാമിലി പോലെ ആയിരുന്നു. ടോട്ടലി നമ്മുടെ ഫുൾ സെറ്റ് ഒരു ഫാമിലി പോലെ ആയിരുന്നു. ഹീറോയിൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഞാൻ എന്റെ ഫസ്റ്റ് ഫിലിം രാജസേൻ സാർ സംവിധാനം ചെയ്തിരുന്നതാണ്. കല്യാണത്തിൽ ഒരു ഹീറോയിനായിട്ട് എനിക്ക് അങ്ങനെ ഉണ്ടായില്ല. ബിക്കോസ് ഞാൻ സപ്പോർട്ടിങ് ആയിരുന്നു. പിന്നെ ഇപ്പൊ ഞാൻ സെക്കൻഡ് ഫിലിം മലയാള ഫിലിമായ എന്റെ ഫ്ലാറ്റ് നമ്പർ 4Bയിലെ ഹീറോയിൻ സ്വർണ തോമസ് ആയിരുന്നു. സ്വർണ തോമസ് ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബഡ്ഡി ചെയ്തിട്ടുണ്ട്, അതുപോലെ പ്രണയകഥ. അപ്പൊ സ്വർണ്ണയായിട്ടുള്ള ഒരു റാപ്പോ എന്ന് പറഞ്ഞാല് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം സ്വർണ്ണ മാസിഫ് ഒരു ന്യൂകമർ ആയിരുന്നു. അപ്പോ ഫസ്റ്റ് ഡേ തന്നെ ഭയങ്കര നമുക്ക് നല്ലൊരു കെമിസ്ട്രി ആയിരുന്നു. കാരണം സ്വർണ്ണയും ഒരു റിയാലിറ്റി ഷോ എന്ന് വന്ന ഒരു ആർട്ടിസ്റ്റാണ്. പുള്ളിക്കാരി നല്ലൊരു ഡാൻസറാണ് സ്വർണ്ണ തോമസ്. സോ നല്ലൊരു സിംഗായിരുന്നു. ഫസ്റ്റ് സീൻസ് നമ്മളിപ്പോ പ്രണയം ലവ് സീൻസ് തന്നെ നമുക്ക് നമ്മുടെ ഷൂട്ട് ചെയ്ത സമയത്തൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഒരു പരിചയത്തിന്റെ കുറവ് അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഭയങ്കര ഫ്രീ ആയിരുന്നു പരസ്പരം. നല്ലൊരു റാപ്പോ ആയിരുന്നു. ടോട്ടലി ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാൻ. കാരണം അങ്ങനത്തെ ഒരു സെറ്റ് ആയിരുന്നു. ടോട്ടലി എല്ലാവരും ഒരു ഫാമിലി പോലെയായിരുന്നു. അപ്പോ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് പോയി. ഫ്ലാറ്റ് നമ്പർ 4B സംവിധാനം ചെയ്തേക്കുന്നത് കൃഷ്ണജിത്ത് എസ് വിജയനാണ്. അദ്ദേഹം ഒരുപാട് ഡോക്യുമെന്ററിയും ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മൂവിയാണ് ഫ്ലാറ്റ് നമ്പർ 4B. ഭയങ്കര ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാല് ഇത്രയും നല്ലൊരു
ക്ലിയർ വ്യൂ ഉള്ള നല്ലൊരു ഒരു ക്ലിയർ വ്യൂ ഉള്ള ഡയറക്ടറാണ് കൃഷ്ണജിത്ത് എസ് വിജയൻ. കാരണം എന്താണ് അദ്ദേഹത്തിന് വേണ്ടത്, ഒരു ആർട്ടിസ്റ്റിന് എന്താണ് വേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് അറിയാം. പിന്നെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. എന്താണ് ഓരോ ഷോട്ടും അതിന്റെ ഓരോ സീൻ എങ്ങനെയായിരിക്കണം, എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം, അതിന്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞുതരും. സോ പിന്നെ എന്താ പറയാ, ഒരു ഡയറക്ടർ പോലെയല്ല, ഒരു ഫ്രണ്ട് പോലെയായിരുന്നു. കാരണം ഭയങ്കര ഫ്രീ ആണ്. നമ്മുടെയൊക്കെ ഒരു ഏജ് ഗ്രൂപ്പ് ഒക്കെ ഭയങ്കര ഫ്രീ ആയിരുന്നു, ഫണ്ണായിരുന്നു. ഒരു ടോട്ടൽ ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു വർക്കിംഗ് ഇൻ പ്ലാറ്റിനം 4B. ഞാൻ 2008 എന്റെ മ്യൂസിക്കൽ റിയാലിറ്റി ഷോ ആയ 2 crore ആപ്പിൾ മെഗാ സ്റ്റാർസ് ഷോയിൽ വരുന്നത്. അതില് ചിത്ര ചേച്ചിയായിരുന്നു എന്റെ വൺ ഓഫ് ദ മെയിൻ മെന്റർ. ഫസ്റ്റ് ടൈമാണ് ചിത്ര ചേച്ചി ഒരു റിയാലിറ്റി ഷോയിൽ നമ്മുടെ ഈ ഒരു ഷോയിലാണ് വന്നത് ആദ്യം. സോ ഞാൻ 2008 ഞാൻ വരുമ്പോൾ എനിക്ക് ഒന്നും അധികം അറിയില്ലായിരുന്നു എങ്ങനെയാണ് ഈ ഒരു ഫീൽഡ് ഇൻഡസ്ട്രി എങ്ങനെയാണ്. പക്ഷെ ഞാൻ ആ ഷോയിൽ വന്നു, പങ്കെടുത്തു. സെമി ഫൈനലിൽ ഉണ്ടായിരുന്നു ഞാൻ ആ റിയാലിറ്റി ഷോയിൽ. എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റി. കാരണം ആ ഷോയില് ഒരുപാട് ജഡ്ജസ്, അതായത് ദീപക് ദേവ്, ജാസി ഗിഫ്റ്റ്, രമേശ് നാരായണൻ സർ, ഒരുപാട് സീനിയർ മോസ്റ്റ് മ്യൂസീഷ്യൻസ് ഒക്കെ വന്ന് ഒരുപാട് അവരുടെ സപ്പോർട്ട് കിട്ടുമായിരുന്നു. അങ്ങനെ കുറെ ഷോസ് ഞാൻ ചെയ്തു, കുറെ ഒരു ഫിലിംസിൽ പാടി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ 2010-11 കൈരളി TV സംപ്രേഷണം ചെയ്ത ഗന്ധർവ സംഗീതം, യേശുദാസ് സാറിന്റെ ഷോ, അതിൽ പങ്കെടുക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായി. ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അതില് തേർഡ് പ്രൈസ് അടിക്കാൻ പറ്റി എനിക്ക് ആ ഷോയില്. അപ്പോൾ ഏറ്റവും വലിയൊരു ഭാഗ്യം ദാസയുടെ പേരിലുള്ള ഷോയില് ഒരു പ്രൈസ് അടിക്കാന്ന് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതിൽ ടോട്ടലി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്രൂ മെമ്പേഴ്സും അവിടുത്തെ ജഡ്ജസും ആണ് ഏറ്റവും വലിയ സപ്പോർട്ട്. ഇതിൽ ജഡ്ജസ് M ജയന്തൻ സാറായിരുന്നു ജഡ്ജ്, പിന്നെ ദേവാനന്ദ ഏട്ടനായിരുന്നു. എനിക്ക് ഒരിക്കലും ഒന്നിലേക്ക് സെലക്ട് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. കാരണം രണ്ടും എന്റെ പാഷനാണ്. ഞാൻ 7 വയസ്സ് തൊട്ട് പാട്ട് പാടുകയാണ്. അതുപോലെ അഭിനയവും ഞാൻ പണ്ട് തൊട്ട് ഞാൻ ഒരുപാട് നാടകത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹം. പക്ഷെ ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി ആക്ടിങ്ങിലേക്ക് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. പക്ഷെ ഞാൻ പാട്ട് ഇപ്പോഴും പഠിക്കുന്നുണ്ട്, ഷോസ് ചെയ്യുന്നുണ്ട്, സ്റ്റേജ് ഷോസ്, റെക്കോർഡിങ്സ്, ആൽബംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. സോ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ മമ്മി, ഡാഡി, എന്റെ ബ്രദർ, സിസ്റ്റർ ഇൻ ലോ. എന്റെ ഡാഡി സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ മദർ എന്റെ ഒപ്പം ഉണ്ട്, ഹൗസ് വൈഫാണ്. പിന്നെ എന്റെ ബ്രദർ വർക്ക് ചെയ്യുന്നത് അബുദാബിയിലാണ്, സേവർ എയർലൈൻ സൊല്യൂഷൻസിൽ വർക്ക് ചെയ്യുന്നു. പുറന്തള്ളപ്പെടുന്നത് എന്ന് പറയുന്നത് കഴിവില്ലാത്തത് കൊണ്ടല്ല. കാരണം ഇതൊരു ഷോ ബിസിനസ്സാണ്, ഒരു ഷോ ബിസിനസ്സാണ് റിയാലിറ്റി ഷോസ് എന്ന് പറഞ്ഞാൽ. സോ റിയാലിറ്റി ഷോസ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യം കൂടിയാണ്. കാരണം നമുക്കൊരിക്കലും എല്ലാവരും ഫസ്റ്റ് പൊസിഷനിൽ വരണമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. സോ ഒരു ഭാഗ്യമാണ്. പിന്നെ ഏറ്റവും വലിയ നമുക്കൊരു പ്ലാറ്റ്ഫോമാണ്. ഒരിക്കലും നമുക്ക് എന്ത് കിട്ടുന്നോ അത് നമുക്ക് എപ്പോഴും ഒരു ഗുണമാണ്. ഒരിക്കലും നമുക്കൊരു ദോഷമായിട്ട് ഒരിക്കലും ഒന്നും മാറുന്നില്ല. ഒരിക്കലും ഒരു കംപ്ലൈന്റ് ലെവലിൽ നമ്മൾ ഒരിക്കലും പറയേണ്ട, റിയാലിറ്റി ഷോസ് ഒരിക്കലും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ഗുണം കിട്ടിയിട്ടുണ്ട് റിയാലിറ്റി ഷോസിൽ നിന്നും. കൈരളി TV ആയാലും ജീവൻ TV ആയാലും ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതെപ്പോഴും ഗുണം കിട്ടുന്നത് നമുക്കാണ്, ഒരു ആർട്ടിസ്റ്റിനാണ് എപ്പോഴും ഒരു ഗുണം കിട്ടുന്നത്. സോ എപ്പോഴും ഒരു പ്ലാറ്റ്ഫോം നമുക്ക് തന്ന അവരോട് ഒരുപാട് നമുക്ക് കടപ്പെട്ടാണ്. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് ഒരുപാട് കടപ്പെട്ട ഒരുപാട് ഇപ്പൊ യങ് ടാലൻസ് ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ റിയാലിറ്റി ഷോസിൽ ഒരുപാട് വരുന്നുണ്ട്. അവർക്ക് അവരുടേതായ ഒരുപാട് വർക്ക് ഉണ്ട്. അവർക്ക് ഒരുപാട് തിരിച്ചറിയുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ ഇതൊക്കെ തരുന്നത് നമുക്ക് ചാനൽസും അവരവരുടെ റിയാലിറ്റി ഷോസിലെ പ്രൊഡ്യൂസേഴ്സും അവരുടെ ആ ഷോ ആണ്. സോ ഒരിക്കലും അത് പിന്തുണപ്പെടുന്നതല്ല, ശരിക്കും നമ്മുടെ ഒരു ലക്കും നമ്മുടെ ഒരു കഴിവിന്റെ ഫാക്ടർ വെച്ചാൽ. സിനിമയിൽ പാടിയിട്ടുണ്ട്, പക്ഷെ ആ സിനിമ ഇറങ്ങിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ അതിനെക്കുറിച്ച് പറയണില്ല. പക്ഷെ ഞാൻ ഒരുപാട് ആൽബംസ് ഇപ്പൊ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ ഒരു ഷോസ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു മ്യൂസിക് ബാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്വസ്തി എന്നാണ് ആ ബാൻഡിന്റെ പേര്. സോ നല്ലൊരു ടീമായിട്ട് നമ്മൾ ഇപ്പോൾ കുറച്ച് ഷോസ് ചെയ്യുന്നുണ്ട്. ഒരു അൺപ്ലഗ്ഡ് കുറച്ച് പഴയ സോങ്സ് വെച്ചിട്ട് നമ്മളൊരു ഷോ ചെയ്യുന്നുണ്ട്. ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എന്റെ ഫോക്കസ് കുറച്ച് സ്റ്റഡീസിലേക്ക് ആയിപ്പോയി. ആദ്യം ഞാൻ പഠിച്ച കർണാട്ടിക് ഞാൻ കുറച്ചുനാൾ പഠിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഹിന്ദുസ്ഥാനി ഒരു 2 വർഷത്തേക്ക് പഠിച്ചു. അതിലെന്റെ ഗുരു ജോയേഷ് ചക്രവർത്തി ആയിരുന്നു. അദ്ദേഹമാണ് എന്നെ ട്രെയിൻ ചെയ്തത്. എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഹിന്ദുസ്ഥാനി. ഒരുപാട് കുറെ ഗസൽസും കുറെ ബന്ദീഷസും ഒരുപാട് എനിക്കിങ്ങനെ അറിയാൻ പറ്റി, ഒരുപാട് ഹിന്ദുസ്ഥാനിയെ കുറിച്ച്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കാരണം സാറ് പിന്നെ
ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് പോകേണ്ടി വന്നു സാർ, ഒരു ഒഫീഷ്യൽ വർക്കായിട്ട്. സോ അതുകൊണ്ട് ഞാൻ പിന്നെ കർണാട്ടിക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെയും ഇപ്പൊ ഞാനൊരു വൺ ഇയർ ആയിട്ട് കർണാട്ടിക് പഠിക്കുന്നുണ്ട്. ശ്രീ ഉദയൻ മാഷിന്റെ അടുത്താണ് ഞാൻ പാട്ട് പഠിക്കുന്നത്. മാഷിന്റെ അടുത്തുനിന്നും ഒരുപാട് സപ്പോർട്ട് ഉണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് മാഷിനോട്. എന്റെ ഏത് പ്രോഗ്രാമിന് പോകുമ്പോഴും ഒരു ഫിലിം റിലീസ് ചെയ്യുമ്പോഴും എല്ലാം അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോഴും ഗുരുക്കന്മാരുടെ എന്റെ ഏറ്റവും വലിയൊരു ഗുരുക്കന്മാരുടെ ഒരു സപ്പോർട്ടാണ്. എനിക്ക് ഒരുപാട് പേരുണ്ട് എന്റെ സ്കൂളിലും എന്നെ സപ്പോർട്ട് ചെയ്ത, എന്റെ ഉഷ മിസ് എന്നെ സപ്പോർട്ട് ചെയ്ത, അതിൽ ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ ഈ ഒരു വേളയിൽ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. കാരണം എന്തെങ്കിലുമൊക്കെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എല്ലാം അവരുടെ ഒരു ഗുണവും അവരുടെ ഒരു സപ്പോർട്ടും ഉള്ളത് കൊണ്ടാണ്. അവരുടെ ഒരു ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥനയും സപ്പോർട്ടും ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഗുരുക്കന്മാര് ഞാൻ ഒരുപാട് പേരോട് എനിക്ക് നന്ദി പറയാറുണ്ട്. ഇപ്പോ തമിഴ് ഇപ്പോൾ ഒരു സിനിമ, ഒരു നാഗരാജൻ സാറിന്റെ സിനിമ വരുന്നുണ്ട്. സോ അതിപ്പോൾ തന്നെ അതിന്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ മലയാളം 2 പ്രൊജക്ട്സ് ഡിസ്കഷൻസിലുണ്ട്. സോ ഹോപ്പ് നല്ലൊരു തുടക്കമായി നല്ലൊരു ഇതായി വരട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അതിന്റെ ഡിസ്കഷൻ മലയാളത്തിന്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നല്ലൊരു ടീമാണ്. അപ്പോൾ നല്ലൊരു ബാനറോട് വർക്ക് ചെയ്യാൻ ഏറ്റവും വലിയൊരു ആഗ്രഹം എനിക്ക്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഈ വരുന്ന വർഷം എല്ലാം സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.